ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 പട്ട, 3-4 ഗ്രാമ്പൂ, അതുപോലെ 2 ഏലക്ക ഒക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്കൊരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് അരി എടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് അരി എടുക്കുന്നത്. അതിനുള്ള ഒരളവാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഒരാൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ ഒരു കപ്പിന് 2 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിനേക്കാളും മുന്തി നിൽക്കുന്ന രൂപത്തിൽ നമുക്കതിലേക്ക് ഉപ്പിട്ടെടുക്കാം. ഉപ്പൊക്കെ പാകം നോക്കിയതിന് ശേഷം നമുക്കത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല. അരി പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. ഗീ റൈസ് പല രീതിയിലും വെക്കട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. നമ്മൾ നെയ്യും ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് തന്നെ റൈസ് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗീ റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി നോക്കുക. ചെറുതായിട്ടൊരു നനവേ ഉള്ളൂ. ഒരുവിധമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ചോറൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കമൻറ്റ് ചെയ്യണേ. നമ്മളങ്ങനെ എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് പൊട്ടി വരുന്നില്ല, അതിന് ചതഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറ് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു, പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് ഗീ റൈസ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും. ബിഗിനേഴ്സിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.